ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള മനുഷ്യർ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് ദിനത്തെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന പുണ്യദിനമാണ് ക്രിസ്മസ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ എളിമയുടെയും വിനയത്തിൻ്റെ പ്രതീകമായി ഉണ്ണീശു പിറന്നു. സ്നേഹം, സമാധാനം, പ്രത്യാശ എന്നീ മഹത്തായ സന്ദേശങ്ങളാണ് ക്രിസ്തു ഈ ലോകത്തിന് നൽകിയത്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കും മനുഷ്യരെ നയിക്കാൻ വേണ്ടിയാണ് ആ ദിവ്യപിറവി സംഭവിച്ചത്. ക്രിസ്മസ് അടുക്കുമ്പോൾ തന്നെ നമ്മുടെ നാടും മനസ്സും ഉണരും. വർണ്ണശബളമായ നക്ഷത്രങ്ങൾ വീടിന് മുകളിൽ പ്രകാശം പരത്തും. പുൽക്കൂടുകൾ ഒരുക്കി നാം ആ ദിവ്യരാത്രി ഓർമ്മപ്പെടുത്തും. മധുരമൂറുന്ന കരോൾ ഗാനങ്ങൾ പാടി നാം ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. കൂടാതെ ക്രിസ്മസ് കേക്കിൻ്റെയും വിഭവസമൃദ്ധമായ വിരുന്നിൻ്റെയും രുചിയോർമ്മകൾ ആ ദിനത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ഈ ആഘോഷങ്ങൾക്കെല്ലാം അപ്പുറം ക്രിസ്മസിന് ഒരാഴമായ അർത്ഥമുണ്ട്. അത് പങ്കുവെക്കലിൻ്റെയും ദയയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ്. നമ്മുടെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുക, ഒറ്റപ്പെട്ടവരെയും പാവപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുക, എല്ലാവരെയും സ്നേഹത്തോടെ കാണുക. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ മനസ്സുകളിൽ ശാന്തിയും സന്തോഷവും ഐക്യവും നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.